ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണോ എങ്കിൽ ഈ മാസം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കൗണ്ടറിൽ നിന്നെടുക്കുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി ഇനി സ്ലീപ്പറിലോ AC കമ്പാർട്ട്മെൻറ്റിലോ യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. നമ്മൾ കൗണ്ടറിൽ നിന്നെടുത്ത വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി ഇനി യാത്ര ചെയ്യുകയാണെങ്കിൽ അത് ജനറൽ ടിക്കറ്റിലായിരിക്കണം യാത്ര ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർക്ക് പിഴയിടാൻ TTമാർക്ക് അധികാരമുണ്ടാകും. കൺഫേം ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്രയൊരുക്കാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റമാണിത്. മെയ് 1 മുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി ഇനി സ്ലീപ്പറിലോ AC കമ്പാർട്ട്മെൻറ്റിലോ യാത്ര ചെയ്യാൻ കഴിയില്ല. മറ്റൊന്ന്, അഡ്വാൻസ് റിസർവേഷൻ പീരിയഡ് 60 ദിവസമായി കുറച്ചിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ വരുന്ന 2 മാസത്തെ സമയത്തിനകത്തുള്ള ടിക്കറ്റ് മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അഡ്വാൻസ് റിസർവേഷൻ പീരിയഡ് ARP 60 ദിവസമായി കുറക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ OTP വഴിയായിരിക്കും ടിക്കറ്റ് ബുക്കിംഗ് നടക്കുക. അതായത് ഏജൻറ്റുമാർ ബൾക്ക് ബുക്കിംഗ് നടത്തി വഞ്ചിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ഈ ഒരു സൗകര്യം കൊണ്ടുവന്നിട്ടുള്ളത്. യഥാർത്ഥ യാത്രക്കാരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുകയാണ് OTP മുഖേനയുള്ള ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ ലക്ഷ്യം. മറ്റൊന്ന്, നമ്മൾ ടിക്കറ്റ് എടുത്ത് ക്യാൻസൽ ആക്കുകയാണെങ്കിലോ വെയിറ്റിംഗ് ലിസ്റ്റായി ഓട്ടോമാറ്റിക് ക്യാൻസൽ ആവുകയാണെങ്കിലോ നമുക്ക് വേണ്ട റീഫണ്ട് 2 ദിവസത്തിനകം തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുമെന്നാണ്. ഇതും യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു മാറ്റമാണ്.